മാഷാ അല്ലാഹ്. മൊറോക്കോയുടെ മഗ്രിബ് എന്ന മൊറോക്കോയുടെ തലസ്ഥാനമാണ് റബാത്ത്. ആ റബാത്തിലാണ് എത്തിയിട്ടുള്ളത്. റോഡിൻ്റെ ഇരു സൈഡുകളിലായി നല്ല തണൽ മരങ്ങൾ. ഈ മൊറോക്കോയിൽ ഇസ്ലാം എത്തുന്നത് ഹിജറ 70-ലാണ്. നമ്മുടെ കേരളത്തിൽ വരെ ഹിജറ 5-ാം വർഷം ഇസ്ലാം എത്തിയെന്ന് പറയുന്നുവെങ്കിലും ഈ ഉമവിയ്യ അബ്ബാസിയ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം മൊറോക്കോയിൽ എത്തിച്ചേരുന്നത്. ഇൻഷാ അല്ലാഹ് ചരിത്രങ്ങളിലേക്ക് വിശദമായി കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ അരികിലേക്ക് തഞ്ച എന്ന പ്രദേശത്തേക്കാണ് യാത്ര. താമസ സ്ഥലത്ത് നിന്ന് കസാബ്ലാങ്കയിൽ നിന്ന് 5 മണിക്കൂർ നേരത്തെ യാത്രയാണ്. അതിനിടയിൽ ഇവിടെ രാജഭരണമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച വലിയൊരു പള്ളി അത് പൂർത്തീകരിക്കാതെ നിൽക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു. അവരെ ഖബറുണ്ട്. പോകുന്ന വഴിയിൽ ഒരു 20 മിനിറ്റ് അവിടെ ചെലവഴിച്ച് വീണ്ടും യാത്ര തുടരും. വളരെ പ്രധാനപ്പെട്ട ഒരു സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. വർഷങ്ങളോളം കപ്പലിലൂടെയും നടന്നും യാത്ര ചെയ്ത് ആ യാത്ര ഡയറിക്കുറിപ്പായി ഗ്രന്ഥങ്ങളാക്കിയ ഒരു ചരിത്രകാരനും കൂടെയാണ് ഇബ്നു ബത്തൂത്ത. സഞ്ചാരം ഇസ്ലാമിൽ ധാരാളമായി നടത്തിയ ആളുകളുണ്ട്. ഇന്ന് ജീവിതത്തിൻ്റെ വരുമാനങ്ങളിൽ ധാരാളമായി യൂറോപ്യൻസ് ചെലവഴിക്കുന്നത് സഞ്ചാരത്തിനാണ്. അവരുടെ യാത്രകളും സഞ്ചാരങ്ങളും എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാക്കാനോ മറ്റോ അല്ല. അവർ ഒരു ടൈം പാസ്, ഒരാസ്വാദനം, ഇങ്ങനെ ഒരു ആസ്വാദനത്തിന് വേണ്ടിയുള്ള യാത്രയാണ് ഇന്ന് യൂറോപ്യൻസുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം തൊഴിലെടുക്കുന്ന വരുമാനങ്ങളിൽ നല്ലൊരു ഭാഗം യാത്രക്ക് വേണ്ടി അവർ ചെലവഴിക്കുകയാണ്. ഇണകളുമായി കറങ്ങി തീരദേശങ്ങളിലും അതുപോലെ പാർക്കുകളിലും അടിച്ചു പൊളിച്ച് ആസ്വദിക്കുന്ന, എന്നാൽ ഇസ്ലാമിലുള്ള സഞ്ചാരം അങ്ങനെ ആയിരുന്നില്ല. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചരിത്രങ്ങൾ രേഖപ്പെടുത്താനും പഠിക്കാനും പകർത്താനും വേണ്ടിയുള്ളതായിരുന്നു. ഒന്നുകൂടെ മുന്നോട്ട് പോയാൽ സ്വഹാബിമാരും താബീങ്ങളും ധാരാളം യാത്ര നടത്തിയവരാണ്, സഞ്ചരിച്ചവരാണ്. അവരുടെ സഞ്ചാരങ്ങൾ ഇസ്ലാമിക ദഅവത്തിനായിരുന്നു. പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ലാത്ത, രാജ്യങ്ങൾ അതിരുവരമ്പുകളായി തിരിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ അവർ കറങ്ങുകയാണ്. താബിയങ്ങളിൽപ്പെട്ട മഹാന്മാർ, അതുപോലെ സ്വഹാബി പ്രമുഖനായ ധാരാളം ആളുകളുടെ ചരിത്രങ്ങളിൽ ഇസ്ലാമിക മുന്നേറ്റത്തിൽ അവരുടെ ചരിത്രങ്ങൾ ഇസ്ലാമിക ദഅവത്തിന്, ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് നാവികസേന രൂപാന്തരപ്പെടുന്നത്. അതിനു മുമ്പും അതിനുശേഷമൊക്കെ സ്വഹാബിമാരും താബീങ്ങളും നടത്തിയ യാത്ര ഇസ്ലാമിൻ്റെ വളർച്ചയിൽ, ഉയർച്ചയിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി പഠിച്ച് ചരിത്രങ്ങൾ എഴുതി പറയണമെന്ന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും സഞ്ചാരം അള്ളാഹുവിൻ്റെ
മാരിഫത്തിന് വേണ്ടിയും പഠിക്കാനുള്ളൊരു യാത്രയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.